changes in demand and changes in quantity demanded. Today we are going to analyze the difference between change in demand and change in quantity demanded. ഡിമാൻഡിൽ ഉണ്ടാവുന്ന മാറ്റവും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാവുന്ന മാറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? In economics, the terms change in quantity demanded and in change in demand are two different concepts. പ്രത്യക്ഷത്തിൽ ഒന്നാണെന്ന് തോന്നാമെങ്കിലും ഇക്കണോമിക്സിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നതും ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. Change in quantity demanded refers to change in the quantity purchased due to increase or decrease in the price of a product. So change in quantity demand എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിലുണ്ടായ മാറ്റം മൂലം, വിലയിലുണ്ടായ ഉയർച്ച താഴ്ച മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്ന് പറയുക. On the other hand, change in demand refers to increase or decrease in demand of a product due to changes in various determinants of demand while keeping price at constant. മറിച്ച് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, വിലയൊഴികെയുള്ള മറ്റ് ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകളാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് can be measured by the movement of demand curve. ഒരു ഡിമാൻഡ് കർവിലൂടെയുള്ള മൂവ്മെന്റിലൂടെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ അളക്കാൻ പറ്റും. While changes in demand are measured by shifts in demand curve. എന്നാൽ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് മെഷർ ചെയ്യണമെങ്കിൽ അത് ഡിമാൻഡ് കർവിലുള്ള ഷിഫ്റ്റിലൂടെ മാത്രമേ സാധിക്കൂ. The terms change in quantity demanded refers to expansion or contraction of demand. Change in quantity demanded എന്ന് പറയുന്നത് എന്താകാം? എക്സ്പാൻഷൻ ആകാം, കോൺട്രാക്ഷൻ ആകാം. While change in demand means increase or decrease in demand. മറിച്ച് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് ആകാം, ഡിക്രീസ് ആകാം. നമുക്ക് ഇത് ഓരോന്നും നമുക്ക് വ്യക്തമായി നോക്കാം. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓർക്കുക, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ആകാം. The variations in the quantities demanded of a product with a change in its price, while other factors are at constant, are termed as expansion or contraction of demand. മറ്റ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ വിലയിൽ ഉണ്ടായ മാറ്റത്തിലൂടെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ പീരിയഡ് വെൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് more because of the fall in prices of a product. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ സാധനത്തിന്റെ വില കുറഞ്ഞത് മൂലം വാങ്ങുന്ന അളവ് വർദ്ധിക്കുന്നു. കോൺട്രാക്ഷൻ എന്തായിരിക്കും? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ടേക്സ് പ്ലേസ് when quantity demanded is less due to rise in the price of product. സാധനത്തിന് വില കൂടുമ്പോൾ വാങ്ങുന്ന അളവ് കുറയുന്നതിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Movement from one point to another in a downward direction shows the expansion of demand, while an upward movement demonstrates the contraction of demand. ഇവിടെ
ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ ഡിമാൻഡ് കർവാണ്. ആ ഡിമാൻഡ് കർവിലൂടെ താഴേക്കുള്ള മൂവ്മെന്റ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണ്, മറിച്ച് മുകളിലേക്കുള്ള മൂവ്മെന്റ്, താഴെ നിന്ന് മുകളിലേക്കുള്ള മൂവ്മെന്റ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. When the price changes from OP to OP1, the demand moves from OQ to OQ1. It shows the expansion of demand. However, the movement of price from OP to OP2 and movement of demand from OQ to OQ2 shows the contraction of demand. അപ്പോൾ ഡിമാൻഡ് കർവ് വലത്തു നിന്ന് ഇടത്തേക്ക് മുകളിലേക്കുള്ള മൂവ്മെന്റ് കോൺട്രാക്ഷനും താഴേക്കുള്ള മൂവ്മെന്റ് എന്താണ്, എക്സ്പാൻഷനെയുമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. അതായത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് മീൻസ് changes in the demand due to change in the factors other than price. എന്താ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം എപ്പോഴാ, വില സ്ഥിരമായി നിൽക്കുമ്പോൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളിലുള്ള മാറ്റം മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഏതൊക്കെയാ അതർ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇൻകം, ടേസ്റ്റ്, പ്രിഫറൻസ്, പോപ്പുലേഷൻ, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ്, പ്രൈസസ് ഓഫ് അതർ റിലേറ്റഡ് കമ്മോഡിറ്റീസ്. ഇവിടെ നേരത്തെ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്നിലുണ്ടാവുന്ന മാറ്റമാണ് ചേഞ്ച് ഇൻ ഡിമാൻഡിന് കാരണമാവുക. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് റെഫേഴ്സ് ടു ദ റൈസ് ഇൻ ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് അറ്റ് എ ഗിവൺ പ്രൈസ്. വില സ്ഥിരമായി നിൽക്കുമ്പോൾ ഡിമാൻഡിൽ ഉണ്ടാവുന്ന വർധനവിനെയാണ് increase in demand എന്ന് പറയുന്നത്. On the other hand, decrease in demand refers to the fall in demand of a product at a given price. വില സ്ഥിരമായി നിൽക്കുമ്പോൾ ഡിമാൻഡ് കുറയുന്നതിനെയാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. Increase and decrease in demand is represented as the shift in demand curve. ഇത് രണ്ടും നമുക്ക് എങ്ങനെ കാണിക്കാം? ഡിമാൻഡുകളിൽ ഉണ്ടാവുന്ന ഷിഫ്റ്റിലൂടെയാണ് കാണിക്കാൻ പറ്റുക. In the graphical representation of demand curve, the shifting of demand is demonstrated as the movement from one demand curve to another demand curve. ഇവിടെ എന്താണ് ഇത് കാണിക്കാൻ പറ്റുക? ഒരു ഡിമാൻഡുകളിൽ നിന്ന് മറ്റൊരു ഡിമാൻഡുകളുടെ ഷിഫ്റ്റിലൂടെ മാത്രമേ കാണിക്കാൻ പറ്റുകയുള്ളൂ.